ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോസുമായിട്ട് വരുന്നത്. ഇതുവരെ ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് നാട്ടിലുള്ളൊരു വിശേഷമാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ വയനാട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാടായിട്ട് വോയിസ് ഓവർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. ഞാൻ പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാലേ വയനാട് പോകാമെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ വീട്ടിലിരിക്കുന്ന പോലെയല്ല, വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് പറിച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ. എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പുണ്യം ചെയ്ത ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നാറ് എപ്പോഴും. അതെ, നിങ്ങൾക്ക് എൻ്റെ ഈ ഡയലോഗ്സൊക്കെ കേട്ടിട്ടേ ബോറടിക്കുന്നുണ്ടോ? അപ്പം ഞാൻ വന്നതേ ഈ സംഭവത്തിനൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കണ്ടാൽ അവിടെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക വരട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കോഴിക്കോടുകാർ ഒന്നും ഇങ്ങനെ അധികം ചെയ്തത് കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ സ്ഥലത്തോട്ട് കേട്ടോ, അവിടെയൊന്നും ഇങ്ങനെ ചക്ക വരട്ടുന്നൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ചേച്ചി അവിടുന്ന് ഇങ്ങനൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു, പിന്നെ എനിക്കിത് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു, ഇത് എങ്ങനെയാണ് വരട്ടിയെടുക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സംഭവമാണ്. ഇതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഈ വരട്ടി വെച്ചത് കൊണ്ടേ അട ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിത് അടുപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഗ്യാസ് ചെയ്തെടുത്താൽ അത്രത്തോളം പെർഫെക്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുപ്പിലാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇളക്കാനും ആവശ്യാനുസരണം തീയൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചക്ക വരട്ടിയതേ ഭയങ്കര ടേസ്റ്റിയാണെന്നുള്ളത് ഇതിൻ്റെ ഫൈനൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ചക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചക്ക നല്ല പഴഞ്ചക്ക ഇല്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചക്ക, ആ ചക്കയായിരുന്നു കേട്ടോ. ആ ചക്ക നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ജാഗിരി ഇല്ലേ, അതൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചേച്ചിയാണ് ഇളക്കുന്നത്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിലോട്ട് നെയ്യൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതാ ചേച്ചി നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതിനനുസരിച്ചും അതിൻ്റെ കളറ് ഭയങ്കര ചേഞ്ചായിട്ട് വരുവേ. പക്ഷേ അടിപൊളി സ്മെല്ലാണ്, നല്ലൊരു മണമായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് ശരിക്കും ആ ഒരു മണം എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നാവിലൊക്കെ വെള്ളം വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അതാ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ തീയിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം ഭയങ്കര മണവുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് ഗൈസ്. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ചക്ക വരട്ടലുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് ഇത് വരട്ടുന്നതെന്നോ അല്ലെങ്കിൽ അത് ടേസ്റ്റി ആണെന്നൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ചക്ക വരട്ടി ചെയ്ത ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ അല്ലാതെ തന്നെ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും. ഈ മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചക്ക വരട്ടി ചെയ്ത കുപ്പിയിലോട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് മസ്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കുപ്പിയിലോട്ടാണ് ഗൈസ് ആയത്. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ടാറ്റാ ബൈ, സീ യു.